ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم أفوض أمري إلى الله إن الله بصير بالعباد بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه ألا يا رسول الله يا خير مرسلين ومن جوده خير النوال ينيل عليك صلاة الله ثم سلامه بتعداد ما قطر من السحب ينزل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا نور الله خذ بأيدينا قلت حيلتنا فأدركنا يا رسول الله അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടെ പരിശുദ്ധ ഇൽമു ദിക്ർ സ്വലാത്തിന്റെ മജ്ലിസിൽ സംബന്ധിച്ച വന്യരായ പണ്ഡിത മഹത്തുക്കളെ, സാദാത്തുക്കളെ, നേതാക്കളെ, പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, വിശിഷ്യ മുതഅല്ലിമുകളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇഹത്തിലും പരത്തിലും കൂലി കിട്ടുന്ന സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കള്, മശായിഖ്, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, ദീനിന്റെ പേരിൽ നമ്മെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, നമുക്ക് ഭക്ഷണങ്ങളും മറ്റും നൽകി നമ്മോട് സഹകരിക്കുന്ന, ഈ സംഗമത്തിലേക്ക് സഹായിച്ച, സഹകരിച്ച, സംഭാവനകൾ നൽകിയ, വിശിഷ്യ ഈ സ്ഥാപനത്തിനു വേണ്ടി സ്ഥലം നൽകിയ, സ്വർണം നൽകിയ, അതേപോലെ ഇതിന് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള വിദേശത്തുമുള്ള നല്ലവരായ എല്ലാ മുഅ്മിനുകളുടെയും ലോക മുഅ്മിനീങ്ങളുടെയും എല്ലാവിധ ദോഷങ്ങളെയും ഗഫൂറും ഗഫാറുമായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങളെയും ഷാഫിയും കാഫിയുമായ റബ്ബ് ശിഫയാക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ചുകൊണ്ട് ഇരു വീട്ടിലും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ഈ സദസ്സിലേക്ക് ആവശ്യമായത് പറയിപ്പിക്കുകയും അത് നമ്മുടെ ഇഹപര വിജയത്തിന് ആധാരമായി എന്നുമെന്നും സൂക്ഷിക്കാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിനെ ദിക്ർ സ്വലാത്തിന്റെയും മഹത്തുക്കളുടെ സ്മരണകളുടെ സംഗമവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ഇവിടെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ദുആകൾക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യമായി ഞാൻ ഉണർത്തുന്നത്, നമ്മൾ മുമ്പും പരിചയപ്പെട്ടവരാണെങ്കിലും പ്രാസംഗികനല്ല എന്നാണ്. അതുകൊണ്ട് അതിൻ്റെതായ ശൈലിയിലുള്ള
ഉജ്ജ്വലമായ ഒരു പ്രസംഗം പ്രതീക്ഷിക്കേണ്ടതില്ല. അത് നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പ് പണ്ഡിതരിൽ നിന്ന്, പ്രാസംഗികരിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു. അടുത്ത ദിവസങ്ങളിലും അല്ലാഹു അതെല്ലാം മഖബൂലാക്കട്ടെ. അതെല്ലാം ആഖിറത്തിലേക്കുള്ള അഅ്മാലുകളാക്കി മാറ്റി അല്ലാഹു സ്വീകരിച്ച് നന്മ ചൊരിയട്ടെ. പ്രാസംഗികന്മാർക്കും കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ദീനീ പ്രവർത്തകർക്ക് അല്ലാഹു തആല ആഫിയത്തോടെ ദീർഘായുസ് നൽകട്ടെ. നമ്മിൽ നിന്ന് കൺമറഞ്ഞു പോയ മഹത്തുക്കളായ ആരിഫീങ്ങള്, ഔലിയാക്കള്, മഹാന്മാരായ പണ്ഡിതന്മാര്, അവരുടെയെല്ലാം ദറജകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും അവരുടെ ഖദർ അറിഞ്ഞുകൊണ്ട് അവരുടെ പിന്നിൽ അണിനിരന്ന് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരോട് പിൻപറ്റി ജീവിക്കാൻ സർവശക്തനായ റബ്ബ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മെ സ്നേഹിക്കുന്നവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ, കണ്ണീത്ത് ഉസ്താദ് അവറുകളുടെ അനുസ്മരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ കഴിവ് വെച്ചുകൊണ്ട് അത് ആ സ്മരണ ഇവിടെ നിലനിർത്താൻ ദീനിയായി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് സ്ഥലമായോ കാശായോ സ്വർണമായോ ഏത് വിധേനയാണ് സഹായിക്കാൻ കഴിയുന്നതെങ്കിൽ ആ രൂപത്തിലെല്ലാം സഹായിച്ചുകൊണ്ട് ആ നാമം ഇവിടെ ദീർഘകാലം നിലനിർത്താൻ ആവശ്യമായത് ചെയ്യുക എന്നത് ഇന്നാട്ടിലുള്ള ഓരോ മുഅ്മിനീങ്ങളുടെയും കടമയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ ധാരാളം ഉപദേശങ്ങൾ കേട്ടവരാണ്. പക്ഷെ ഞാനൊന്ന് ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഇതുകൊണ്ടെല്ലാം നമ്മൾ ലക്ഷ്യമാക്കുന്നത്, നമ്മളുടെ ഏറ്റവും മുഖ്യമായ ആഗ്രഹം അല്ലാഹുവിന്റെ അടിമയായി ജീവിച്ച് അല്ലാഹുവിന്റെ അടിമയായി മരിക്കണം എന്നുള്ളതാണ്. ജീവിതകാലത്തിൽ തന്നെ ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കുക, മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അടിമയായി മരിക്കുക. പരലോകത്ത് അല്ലാഹുവിന്റെ അടിമകൾക്ക് എന്തെല്ലാം ആണോ അല്ലാഹു നൽകുന്നതെങ്കിൽ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടിമകളുടെ കൂടെ ജീവിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ മഹാന്മാരെ വെച്ച് പരിശോധിച്ച് അല്ലാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ ഏത് വിധേനയാണ്, എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് ചുരുങ്ങിയ ഒരു സൂചന മാത്രമാണ് ഞാൻ ഈ സമയം നൽകുന്നത്. നമുക്കറിയാം, ധാരാളം മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയുള്ള വലിയ വലിയ പദങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചതാണ്. റളിയല്ലാഹു അൻഹും വറളു അൻ. ഒരാളെയോ അല്ലെങ്കിൽ ഒരു നാലാളെയോ അല്ല, ആരാണോ ആ രൂപത്തില്, ആ സ്ഥിതിയില്, ആ സ്റ്റേജില് ആരാണോ നിലനിന്ന് ജീവിച്ചു പോരുന്നത്, റളിയല്ലാഹു അൻഹും. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഖുർആൻ നമ്മളിപ്പോ തുടങ്ങുന്നതല്ല, നമ്മളായിട്ട് പുതിയതായിട്ടുണ്ടാക്കിയതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതാണ്. മുഹാജിരീങ്ങളിൽ നിന്ന്, അൻസാറുകളിൽ നിന്ന് മുൻകടന്നവര്, അവരോട് ഇഹ്സാൻ കൊണ്ട് പിൻപറ്റിയവര്, ഇഹ്സാൻ കൊണ്ട് അവരോട് പിൻപറ്റിയവര്, റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹുവിനെ തൊട്ട് അവരും അവരെ തൊട്ട് അല്ലാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ഇത് അല്ലെങ്കിൽ തൃപ്തിപ്പെടട്ടെ എന്ന് നമ്മൾ പറയും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതാണ്. സഹാബത്തിലോ പ്രവാചകന്മാരിലോ അവസാനിക്കുന്നതല്ല. വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്ന് പറഞ്ഞതിന് സഹാബത്തിന്റെ കാലമെന്നോ തൊട്ട കാലമെന്നോ ഹിജ്റ 300 ഇല്ല. ഖിയാമത്ത് നാൾ വരെ ആരാണോ ഇഹ്സാൻ കൊണ്ട് പിൻപറ്റുന്നത്
അവർക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൊട്ട് മുഴുവനും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതാണ് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് നമ്മളും ആ രൂപത്തില് അവരുടെ പിൻഗാമികളായി ജീവിച്ച് മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അബ്ദായി, യഥാർത്ഥ അബ്ദായി മരിച്ച് അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങിക്കൊണ്ടുവേണം ഈ ലോകത്തോട് യാത്ര പറയാൻ. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ത്? വലിയ ഒരു കോടീശ്വരനായാൽ സാധ്യമാണോ? അല്ലെങ്കിൽ വലിയ ഒരു ബിൽഡിംഗ് എടുത്ത് സുഖസുന്ദരമായി താമസിക്കുന്ന വലിയ ഒരു നേതാവായാൽ സാധ്യമാണോ? അല്ലെങ്കിൽ നമ്മളെ ജോർജ് യൂസഫ് അലി പോലെ വലിയ വലിയ പ്ലെയിനുകൾ വാങ്ങി സുഖമായി സ്വന്തം യാത്ര ചെയ്യുന്നതുകൊണ്ട് സാധ്യമാണോ? അല്ലെങ്കിൽ നമ്മുടെ മൻമോഹൻ അല്ലെങ്കിൽ മോദി പോലെ വലിയ വലിയ നേതാക്കളായി ഓരോ രാഷ്ട്രത്തിന്റെയും തലവന്മാരായി ജീവിക്കുന്നത് കൊണ്ട് സാധ്യമാണോ? ഇവരെ ഈ രൂപത്തിലെല്ലാം അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആയാൽ സാധ്യമാണോ? ഇല്ല. പിന്നെ അത് സാധ്യമാവണമെങ്കിൽ എന്തു വേണം? അല്ലാഹുവിന്റെ യഥാർത്ഥ ഖാലിസായ അബ്ദ്, അല്ലാഹുവിന്റെ ഖാസായ അബ്ദ്, ആ അബ്ദ് ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അതേ അടിമയായി മരിക്കുവാനും നാളെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹുവിന്റെ അടിമകളിൽ ഉൾപ്പെടാനും ആവശ്യമായതെന്ത്? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പരിശുദ്ധ ഖുർആനിലൂടെ നോക്കാം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. സബബുൻ നുസൂൽ നോക്കിയാൽ അത് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ ഇരുന്നാല് കൈരളികൾക്കോ ഹിന്ദിക്കോ ഖുർആനില്ല. 114 സൂറത്തുകൾ നോക്കിയാൽ ഓരോ സൂറത്തും മക്കിയാണ് അല്ലെങ്കിൽ മദനിയാണ്. ഇത്ര ആയത്തുകളാണെന്ന് പറയും. അതിലൊരൊറ്റ സൂറത്തിലും 114 സൂറത്തുകളിൽ നിന്ന് ഇത് ഹിന്ദിയാണ് അല്ലെങ്കിൽ കൈരളിയാണ് എന്ന് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് മക്കായിലും മദീനയിലും ഇറങ്ങിയ ആയത്തുകള്, സൂറത്തുകള് അത് തന്നെയാണ് ലോക മനുഷ്യരുടെ ഭരണഘടന. അതുകൊണ്ട് സബബുൻ നുസൂൽ മാത്രം നോക്കി അവിടെ അടക്കി നിർത്തേണ്ടതല്ല അതിന്റെ അർത്ഥം. ഖുർആൻ പഠിപ്പിക്കുന്നു, അല്ലാഹു പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അല്ലാഹുവിന്റെ താഅത്തിൽ അടങ്ങിയ ശരീരമേ, അല്ലാഹുവിന്റെ താഅത്തിലായി, അല്ലാഹുവിന്റെ ഇബാദത്തിലായി, അല്ലാഹ് എന്നുള്ള സ്മരണയിലായിക്കൊണ്ട് അടങ്ങിയ ശരീരമേ, ഇർജി ഇലാ റബ്ബികി റളിയതൻ മർദിയ. നിന്റെ റബ്ബിലേക്ക് അവിടെ ഉപയോഗിച്ചത് അല്ലാഹ് എന്ന പദം അല്ല, ഇർജി ഇലാ റബ്ബികി എന്നാണ് ഉപയോഗിച്ചത്. റബ്ബ് എന്ന പദം ആണ് അതിനർത്ഥമുണ്ട്. നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക. റളിയതൻ മർദിയ. നിന്റെ റബ്ബിനെ തൊട്ട് നീയും നിന്നെ തൊട്ട് റബ്ബും തൃപ്തിപ്പെട്ട നിലയിൽ മടങ്ങും. പിന്നെ അല്ലാഹു തആല പറയുന്നതുണ്ട്, വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നീ ഇങ്ങനെ മടങ്ങുന്ന അവസ്ഥയില് ആ നഫ്സിനോട് അല്ലാഹുവിന്റെ താഅത്തിലായി അടങ്ങി അല്ലാഹുവിനെ തൊട്ട് പൊരുത്തപ്പെട്ട, അല്ലാഹുവിനെ തൊട്ട് ഇഷ്ടപ്പെട്ട, അല്ലാഹുവിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും തൃപ്തിപ്പെട്ട ആ നഫ്സിനോട് പറയുന്നത്, ഇർജി ഇലാ റബ്ബികി റളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി. നീ എന്റെ അടിമകളിൽ പ്രവേശിക്കുന്ന. അവിടെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. നഫ്സ് മുത്മഇന്ന എന്നതൊന്ന്, ഇലാ റബ്ബികി എന്നതൊന്ന്. ഈ രണ്ട് കാര്യവും വെച്ച് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നത്. ചുരുങ്ങിയ പദങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കാം. റബ്ബ് എന്ന് പറയുമ്പോൾ നഫ്സ് മുത്മഇന്ന, റബ്ബ്, ഈ രണ്ടും എടുത്തുകൊണ്ട് പരിശോധിക്കുമ്പോൾ ആരാണ് നഫ്സ് മുത്മഇന്ന?
എപ്പോഴാണ് ഒരു മനുഷ്യൻ അവിടത്തേക്ക് എത്തുക? അത് മനുഷ്യന് എത്താവുന്നതാണോ, എത്തേണ്ടതാണോ? ഇതെല്ലാം ഒന്ന് ചിന്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിനെ ഓർക്കണം, സ്മരിക്കണം, ദിക്റുകൾ ചെല്ലണം എന്ന്. അങ്ങനെ ഒരു മനുഷ്യൻ അത് മനസ്സിലാക്കി അവന്റെ റബ്ബ്, അവന്റെ ഖാലിഖ്, അവന്റെ റാസിഖ്, അവന്റെ ഇലാഹ് ഒരേ ഒരു അല്ലാഹുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനെ പോറ്റുന്നവൻ, അവനിക്കാണ് റബ്ബെന്ന് പറയുന്നത്. എങ്ങനെയാണ് അവനെ പോറ്റുന്നത്? 24 മണിക്കൂറിന്റെ ഇടയില് 23,000-ൽ പരം പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഈ ശ്വാസം മേലോട്ട് കയറ്റുന്നവനാര്? ഇവിടെയാണ് റബ്ബ് എന്നുള്ള പദം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് എന്ന് പറയുമ്പോൾ അതിലേക്ക് കുറെ തിരിഞ്ഞ് നമ്മൾ പോണം വിശദീകരണത്തിലേക്ക്. റബ്ബ് എന്ന് പറയുമ്പോൾ ഒറ്റവാക്കിൽ നമുക്ക് മനസ്സിലാക്കാം പോറ്റുന്നവൻ എന്നുള്ള അർത്ഥം. എങ്ങനെയാണ് പോറ്റല്? 24 മണിക്കൂറിന്റെ ഇടയില് 23,000-ൽ പരം പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന മനുഷ്യൻ. ഓരോ മനുഷ്യനും ജാതി മതഭേദമന്യേ ചിന്തിക്കേണ്ടതാണ്. ആരാണ് ഈ ശ്വാസം മേലോട്ട് കയറ്റുന്നത്? അതേ ശ്വാസന്മാരാണ് താഴോട്ട് വലിക്കുന്നത്. ചില ആളുകൾ ഉദ്ദേശിച്ചേക്കാം, ഞാൻ വലിയ വലിയ വില കൊടുത്ത് മുന്തിയ ഇനം മത്സ്യവും മാംസവും വാങ്ങിക്കൊണ്ട് ഞാനും എന്റെ കുടുംബവും ഭക്ഷിക്കുന്നു, അതുകൊണ്ട് നല്ല ആരോഗ്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ സ്വയം കഴിവാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി ഒരേ ഒരു കാര്യം, ആ 48, 35 ഒക്കെ വയസ്സുള്ള ചില ആളുകള്, നല്ല ആരോഗ്യമുള്ളവര്, നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഭാര്യമാരുള്ളവര്, അനുസരണശീലമുള്ള മക്കളുള്ളവര്, ധാരാളം വലിയ ഫാമിലി ഉള്ളതായ ആളുകള്, എല്ലാ വിധേനയും നല്ല ഫുൾ ടോപ്പ് ആരോഗ്യമുള്ള ആളുകള്, ചിലവർ കടന്നുറങ്ങി രാവിലെ നീക്കും, രാവിലെ ആ സമയത്ത് വിളിച്ചാൽ അവര് സംസാരിക്കുന്നില്ല, പിടിച്ചു കുലുക്കിയാൽ ഒന്നിച്ച് അനങ്ങിപ്പോകുന്നു. എന്തിനാണ് ഇവൻ മരിക്കുന്നത്? 38, 44, 45 ഇത്രയും വയസ്സുള്ള ആളുകള്, നല്ല ആരോഗ്യമുണ്ട്, ധാരാളം വരുമാനമുണ്ട്, ലക്ഷങ്ങൾ വരുമാനമുള്ള ആളുകളെ എന്റെ അറിവിലുണ്ട്, കോടികളുടെ ആസ്തി അവനിക്കുണ്ട്, സൗന്ദര്യമുള്ള സൽസ്വഭാവിയായ ഭാര്യയുണ്ട്, അനുസരണശീലമുള്ള മക്കളുണ്ട്, നല്ലതായ കുടുംബമുണ്ട്. എന്തിനാണ് അവന്റെ ശ്വാസം അവൻ പിടിച്ചു വെച്ചത്? എന്തിനാണ് അവന്റെ ശ്വാസം അവൻ അവസാനിപ്പിച്ചത്? അത് അവന്റെ കഴിവിൽപ്പെട്ടതല്ല, അത് അവന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല എന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ ആരാണ് ഈ ശ്വാസം നടത്തുന്നത്? ആരാണത് മേലോട്ട് കയറ്റുന്നത്? ആരാണ് താഴോട്ട് വലിക്കുന്നത്? 24 മണിക്കൂറിന്റെ ഇടയില് നമ്മളത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. 23,000-ൽ പരം പ്രാവശ്യം ശ്വാസം മേലോട്ട് കയറ്റി അതേ ശ്വാസം താഴോട്ട് വലിക്കുന്നത് നമ്മുടെ ഖാലിഖ്, നമ്മുടെ റാസിഖ്, നമ്മുടെ ഇലാഹ്, നമ്മുടെ റബ്ബ് അല്ലാഹ്. അവനാണ് നമ്മുടെ ശ്വാസം മേലോട്ടും താഴോട്ടും വലിക്കുന്നത്. ഇതൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അവന്റെ 24 മണിക്കൂർ സമയവും മഹാന്മാര് പറയുന്നത് പോലെ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ എന്ന് പറയുന്നത് പോലെ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. ആ പറയുന്നത് പോലെ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. എന്റെ ശ്വാസം മേലോട്ടും താഴോട്ടും വലിക്കുന്നവൻ അതേ റബ്ബാണ്. എന്റെ കൈകാലുകൾക്ക് ശക്തി നൽകുന്നവൻ അവനാണ്. എന്റെ ഓരോ ചലനങ്ങളിലും എന്റെ കൂടെ എന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഖാലിഖ്, റാസിഖ്, ഇലാഹാവുന്ന റബ്ബാവ് അല്ലാഹുവാണ്. ഈ ഒരു ചിന്ത ഒരു മനുഷ്യനിൽ വന്നാൽ അവന്റെ ഏതേത് മേഖലകളുണ്ടോ, കച്ചവടക്കാരനാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതേത് ജോലികളാവട്ടെ, ആ ജോലികളിൽ മുഴുവനും പഠനമാവട്ടെ, ഏത് ജോലിയാണെങ്കിലും അതിലെല്ലാം ആ മനുഷ്യൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ ഖാലിഖും റാസിഖും ഇലാഹുമായ അല്ലാഹുവിനെയാണ്. അത് വർഷങ്ങളോളം ഓർമ്മിച്ചു വരുമ്പോൾ ആ മനുഷ്യനാകെ മാറിപ്പോയി. കാരണം അല്ലാഹ് എന്ന് പറയുന്നത്
ഹഖീഖത്തിന്റെ ഇസ്മാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഇസ്മ, ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു കലിമ, അല്ലാഹ് എന്നുള്ളത് ഹഖീഖത്തിന്റെ കലിമ, ഹു എന്നുള്ളത് മഅരിഫത്തിന്റെ കലിമ. ഈ ഹഖീഖത്തിന്റെ കലിമയാവുന്ന അല്ലാഹ് എന്ന ഇസ്മ അവൻ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ 4 ഹർഫുകൾ മാത്രമാണ്. പക്ഷേ 4 ഹർഫുകള് അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഹർഫുകളാണ്, അല്ലാഹുവിന്റെ നൂറാനിയത്തിന്റെ ഹർഫുകളാണ്. വർഷങ്ങളോളം ഒരു മനുഷ്യൻ അത് ഓർത്തുകൊണ്ടിരുന്നാൽ ആ മനുഷ്യന്റെ ഹൃദയം ഈ ഹർഫുകൾ ചെന്ന് മുട്ടിയത് കാരണം അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശിക്കുന്ന അതേ ഹർഫുകൾ മുട്ടിയ കാരണം ആ മനുഷ്യന്റെ ഹൃദയം പ്രകാശിച്ചു പോയി. ദോഷങ്ങളുടെ കറുപ്പ്, കല, പുക അതുകൾ മുഴുവനും നീങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ നൂറാനിയത്ത് കൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയം പ്രകാശിക്കുമ്പോൾ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ആ ഹൃദയത്തിൽ നിന്ന് പ്രവഹിക്കുന്ന രക്തത്തിൽ മുഴുവനും അല്ലാഹുവിന്റെ നൂറ്. ആ വർഷങ്ങൾ കഴിയുമ്പോൾ അവന്റെ തൊലിയിലെ, മാംസത്തിലെ, എല്ലിലെ, ഞനത്തിലെ, നഖത്തിലെ, മുടിയിലെ സർവ്വ സാധനങ്ങളിലും അല്ലാഹുവിന്റെ നൂറ്. ആകയാൽ ആ മനുഷ്യനെ നോക്കിയാൽ, കശ്ഫുള്ളൊരു മഹാൻ നോക്കിയാൽ അവൻ അല്ലാഹുവിന്റെ നൂറാനിയത്തിന്റെ ഒരു തുണ്ടുപോലെ തോന്നിപ്പോകും. ഈ അവസ്ഥയിൽ അവൻ എത്തുമ്പോഴാണ് അവന്റെ എല്ലാ ഹെവാലുകളിലും അവൻ ഓർത്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹ്. അവന്റെ ചിന്തയില് യഥാർത്ഥത്തിൽ അല്ലാഹ് എന്നുള്ളതല്ലാതെയില്ല. അപ്പൊ അവന് ജീവിക്കണ്ടേ, മറ്റ് ജോലികൾ ചെയ്യണ്ടേ. ഏത് ജോലികൾ ചെയ്താലും, ഏതേത് മേഖലകളിൽ ജീവിച്ചാലും അവന്റെ എല്ലാ സമയത്തും എല്ലാ ജോലികളിലും അല്ലാഹുവാണ് അവന്റെ കൂടെ. അവന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നവൻ അല്ലാഹുവാണ് എന്ന ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന അമ്മാറ ലവ്വാമ മുൽഹിമ കഴിഞ്ഞുകൊണ്ട് നഫ്സ് മുത്മഇന്നത്ത് എന്ന സ്റ്റേജിലേക്ക് ആ മനുഷ്യൻ വരുമ്പോൾ അവനോടാണ് അല്ലാഹ് പറയുന്നത്, ഇർജി ഇലാ റബ്ബികി റാളിയതൻ മർളിയ. നിന്റെ റബ്ബിലേക്ക്, റബ്ബിനെ തൊട്ട് നീയും നന്നെ തൊട്ട് റബ്ബും തൃപ്തിപ്പെട്ട നിലയിൽ മടങ്ങും. കാരണം ആ മനുഷ്യനിക്ക് പരാതിയില്ല. എനിക്ക് വെള്ളം നൽകുന്നവൻ അല്ലാഹു, എനിക്ക് വസ്ത്രം നൽകുന്നവൻ അല്ലാഹു, എനിക്ക് സമ്പത്ത് നൽകുന്നവൻ അല്ലാഹു, എനിക്ക് ഭാര്യയെ നൽകിയവൻ അല്ലാഹു, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകുന്നവൻ അല്ലാഹു, എനിക്ക് കാഴ്ച നൽകുന്നവൻ അല്ലാഹു, ഏതേത് കഴിവുകൾ എനിക്കുണ്ടോ അതുകളെല്ലാം നൽകുന്നവൻ അല്ലാഹു എന്ന ആ ചിന്ത മനുഷ്യനിൽ വന്നു. സ്ഥിരമായി അവന്റെ ശ്രദ്ധയിൽ അതുറക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യനോട് ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, ഫദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. നീ എന്റെ അടിമകളിൽ പ്രവേശിക്ക്, നീ എന്റെ സ്വർഗത്തിൽ പ്രവേശിക്ക്. പാസ് കിട്ടി. ഇനി എപ്പ എവിടുന്ന് മരിച്ചാലും സഹാബാക്കിറാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഈ സ്റ്റേജിലേക്ക് മനുഷ്യനെത്തിയാൽ അവനിക്ക് എവിടെ വെച്ച് മരിക്കുന്നതിനും പ്രശ്നമില്ല. കാരണം അവന്റെ റബ്ബ് അവന്റെ കൂടെ, അവന്റെ ഉള്ളിലും പുറത്തും അവന്റെ റബ്ബ്. ഈ അവസ്ഥയിൽ ഒരു മനുഷ്യനെത്തലാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും മുന്തിയ മികച്ചതായ ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്തു വേണം? അഹങ്കാരം ഉപേക്ഷിക്കുക, അഹംഭാവം ഉപേക്ഷിക്കുക, ദേഷ്യം ക്ഷമിക്കുക, അടക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, ആലിമീങ്ങളെ സ്നേഹിക്കുക, സാലിഹീങ്ങളെ ആദരിക്കുക, സാദാത്യങ്ങളെ സ്നേഹിക്കുക തുടങ്ങി ഉസൂലിയായ കുറെ കാര്യങ്ങള് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആലിമീങ്ങളിൽ വളരെ ആദരവുള്ള വലിയ മഹാനായ ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദ്. ആ സ്നേഹത്തോടുകൂടെയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇത് സ്വാലിഹായ അമലാണ്. അങ്ങനത്തെവരെ സ്നേഹിക്കലും അവരുടെ പിന്നിൽ നിൽക്കലും ശരിയായ അമലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇങ്ങനെ നമ്മൾ വരുമ്പോൾ
നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. എന്താ തെളിവ്? എന്താ തെളിവ്? അങ്ങനെ സ്റ്റേജിൽ മനുഷ്യൻ എത്തുമ്പോൾ നമുക്ക് പറയാം ധാരാളം ഹദീസുകളുണ്ട്, ആയത്തുകളുണ്ട്. പക്ഷെ ബാഹ്യമായി നോക്കിയാലോ ഒക്കെ ഇങ്ങനെ പോവും. ഉള്ളിലേക്ക് ഇറങ്ങിയില്ല, ഒന്നും തിരിയാനില്ല. അത് ഭാഷാ പണ്ഡിതരായി മാറിപ്പോവും. ഫഅലാവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു, അതങ്ങനെ അർത്ഥം പറഞ്ഞു പോവും. ഉള്ളിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഒന്നും കിട്ടാല്ല. ഉള്ളിലേക്ക് ഇറങ്ങിയാലോ അപ്പോഴാണ് നമുക്ക് കാര്യം പിടികിട്ടുന്നത്. ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ഈ മനുഷ്യനുണ്ടോ? അത് സഹാബത്തിനുള്ളതല്ലേ, അല്ലെങ്കിൽ പ്രവാചകന്മാർക്കുള്ളതല്ലേ എന്നൊക്കെ നമുക്ക് പറയാം. ഇതുപോലെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ല, മനുഷ്യനിൽ നിന്ന് ഉന്നത സ്ഥാനം നേടുമ്പോൾ, മുത്തുമൈന്നത്തിൽ വിലസിക്കൊണ്ട് അല്ലാഹുവിൽ ലയിച്ചു നിൽക്കുമ്പോൾ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേകതയുണ്ട്. അവന്റെ വാക്കിലുണ്ട്, നാക്കിലുണ്ട്, മൂക്കിലുണ്ട്, കയ്യിലുണ്ട്, കാലിലുണ്ട്, എല്ലാ കാര്യങ്ങളിലും പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് കാണാം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം വളരെ നീണ്ട ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് അവിടത്തെ ഒരു ഷർട്ട് കൊടുത്തുകൊണ്ട് പിതാവിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇതെന്റെ പിതാവിന്റെ മുഖത്ത് വെക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ അണിയുന്ന ഷർട്ട് എടുത്തുകൊണ്ട് തന്റെ സഹോദരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അവരെ യാക്കൂബ് നബിയുടെ അരികിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെ നിന്ന് പറയുന്നു, ഇന്നീല അജിദു റീഹ യൂസുഫ. ഫോണുണ്ടായിരുന്നു അവിടെ, മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ അവിടെ ഉണ്ടായിരുന്നോ? എവിടുന്നാ കിട്ടിയത്? എവിടുന്നാണ് ഇത് കിട്ടി? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഡ്രസ്സുമായി അവിടെ നിന്ന് മിസ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ എത്രയോ കിലോമീറ്ററുകളെ കടക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, ഇന്നീല അജിദു റീഹ യൂസുഫ, ഞാൻ എന്റെ പുത്രൻ യൂസുഫിന്റെ വാസന എത്തിക്കുന്നു. വീട്ടുകാര് പറയുന്ന എന്താ തന്തക്ക് ഇപ്പോഴും ആ പഴയ സോക്കട, ഈ ഈസുപ്പ് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ഇതുള്ളൂ ഈ തന്തക്ക്, വേറൊന്നും തന്തക്ക് ചിന്തല്ല. അല്ല, ഞാൻ എന്റെ റബ്ബിൽ നിന്ന് മനസ്സിലാക്കി എന്റെ മൂക്കിൽ ഞാൻ ആ വാസന എത്തുന്നു. എവിടുന്ന് ഇത് കിട്ടി? എന്തുകൊണ്ട് കിട്ടി? മഹാനവറുകൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാന്റെ ഇസ്മ ഓതി ഓർത്തോർത്ത് താൻ അള്ളാഹുവിൽ ലയിച്ചുപോയി. അതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു അവരോട് കൂടെ ഉണ്ട്. കയ്യിലുണ്ട്, കാലിലുണ്ട്, കണ്ണിലുണ്ട്, മൂക്കിലുണ്ട്, ചെവിയിലുണ്ട്, എല്ലാ സാധനങ്ങളിലും അള്ളാഹു ഉണ്ട്. ആയിരിക്കട്ടെ, അത് പ്രവാചകന്മാർക്കല്ലേ ഉള്ളൂ, അല്ലേ? അത് പ്രവാചകന്മാർക്കല്ലേ ഉള്ളൂ. ഈ ചങ്ങായി വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഈ പഴഞ്ചം പറത്താനാണല്ലോ പറയുന്നത്, അല്ലേ? പൊന്നാര ഹബീബേ, ഖിയാമത്ത് വരെ ഇത് പഴഞ്ചനല്ല, ഇത് പുതിയതാ. ഖുർആൻ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സഹാബത്തിനോ ഉള്ളതല്ല, ലോക ജനങ്ങൾക്കുള്ളതാ പരിശുദ്ധ ഖുർആൻ. അത് സ്വീകരിക്കാൻ തൗഫീക്ക് കിട്ടിയവൻ അൽഹംദുലില്ലാഹ് വലിയ മഹാഭാഗ്യം. അല്ലാത്തവൻ ഓന്റെ വഴിക്ക് പോകാൻ പാടൊന്നുമില്ല. എങ്ങനെ ഒരു സംശയം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് പ്രവാചകന്മാരുടെ സ്ഥിതിയല്ലേ, സഹാബത്തിന്റെ സ്ഥിതിയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയാം. ധാരാളം ഉദാഹരണങ്ങളുണ്ട്, പക്ഷേ സമയം അനുവദനീയമല്ല, അതുകൊണ്ട് ചുരുക്കി നോക്ക്. മഹാനായിരിക്കുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ 14ാമത്തെ പേരമകൻ 12ാമത്തെ പേരമകനാണ് കർണാടക സ്റ്റേറ്റിലെ അങ്കോലയിലെ അടുത്ത് ബബ്ബർവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്രമിക്കുന്ന മഹാൻ. 12ാമത്തെ പേരമകന് അവിടെ നിന്ന് അവിടത്തെ മൂത്ത മകൻ മൂസ വലിയുള്ളയുടെ മകനാണ് ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ള. ഖവരത്തിയിൽ വിശ്രമിക്കുന്ന മഹാൻ. നമുക്ക് ഈ സ്റ്റേജിൽ എത്താൻ പറ്റോ? അത് സാധാരണക്കാർക്ക് കഴിയോ? ഇതാണ് നമ്മുടെ ചിന്ത. അത് കഴിയോ ഇല്ലേ? അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയാൽ എന്തായിരിക്കും മനുഷ്യന്റെ സ്വഭാവം? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരായ ആലിമീങ്ങളെ അതോടൊപ്പം നമുക്കതിന്റെ പിന്നിൽ നിർത്താം. ഈ മഹാനായ തങ്ങള്
ധാരാളം അത്ഭുതങ്ങൾ പറയാനുണ്ട് മഹാനവറുകളുടെ ചരിത്രത്തില്. പക്ഷെ ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രധാന കാര്യം ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനവറുകള് കവരത്തി ദ്വീപിലൂടെ അല്പം അനുയായികളോടുകൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ചുമലിൽ എന്തോ വീണു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാഷ്ടം പോലെ തോന്നി. അതിങ്ങനെ തട്ടിക്കളയാൻ ശ്രമിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ തട്ടണ്ട തങ്ങളെ, ഷർട്ടായിക്കൾ, അത് കഴുകണം. അത് സാരല്ല. അല്ല തങ്ങളെ, അത് വലിയ വാസനയാണ് എന്ന് പറഞ്ഞപ്പോ നോക്കുമ്പോ വലിയ വാസന. കോഴിയുടെ കാഷ്ടം പോലെയല്ല, കാക്കയുടെ കാഷ്ടം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വലിയ വാസനയാണ്. അപ്പൊ ചോദിച്ചു, ആരാണിത് ചെയ്തത്? കവരത്തി ദ്വീപില്, ലക്ഷദ്വീപിൽപ്പെട്ട പ്രധാന ഒരു ദ്വീപാണ് കവരത്തി. ആ കവരത്തി ദ്വീപിൽ ചോദിച്ചു, ഇതാര് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നു, തങ്ങളെ, അക്കാണെന്ന കാക്കയാണത് ചെയ്തത്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന വിവാഹം ചെയ്ത സന്താനങ്ങളുള്ള ഭാര്യമല്ല. അതേപോലെ രണ്ടു കാലിൽ നടക്കുന്ന മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ 14ാമത്തെ പേരമകൻ ഷെയ്ഖ് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുള്ളാഹ്. എന്റെ കൂട്ടിൽ വേണ്ട എന്നല്ല, എന്റെ നാട്ടിൽ വേണ്ട എന്നല്ല, നേരെ മറിച്ച് അവിടുന്ന് പറയുന്നത്, അവനാണത് ചെയ്തതെങ്കിൽ കാക്ക എന്റെ നാട്ടിൽ വേണ്ട. ഒരൊറ്റ പറച്ചില, കാക്ക എന്റെ നാട്ടിൽ വേണ്ട. എന്താ പോയാൽ അല്ലേറ്റ്? ഇന്നത്തെ യുഗം ചിന്തിക്കാതെ അതെന്ന് പറയുമ്പോഴത്തിന് ഇല്ലാതെ ആവാനെന്താ, അയാൾ അല്ലേറ്റ്, അയാള് എന്നൊക്കെ പിന്നെ പറയാ. ശരിക്ക് ഭാഷ ഓരോന്നല്ലേ, ആയിക്കോട്ടെ, വിരോധമല്ല. എന്നിട്ടോ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഓലിങ്ങനെ തുടങ്ങി, ആടൽ തുടങ്ങി. ഇക്കിറല്ല, കാക്കകള് സാറുവ കാക്കി ഇക്കിറ് ചൊല്ലി ചത്തുപോയി. വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് ചിലർക്കൊരു തോന്നൽ ഇതിങ്ങനെ പ്രചരിച്ചു വന്നപ്പോ വേറെ അത്ഭുതമുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെന്താണ്, ഒരാളാണ് പറയുമ്പോഴത്തിന് ഒരു നാട്ടില് കാക്കല്ലാതെ അതെങ്ങോട്ട് പോരണോ എന്ന് പറഞ്ഞ് ഇവിടുന്ന് കാക്കയെ പിടിച്ച് കോഴിക്കോട് നിന്ന് കപ്പൽ കയറി വളരെ പ്രയാസപ്പെട്ട് കവരത്തി ദ്വീപിൽ കൊണ്ടുപോയി വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോ ഓലും തുടങ്ങി. ഇല്ലല്ല, ഇക്കിറിയല്ല, തൂങ്ങ. നമ്മളെ കോഴിക്കുട്ടികൾക്കുണ്ടല്ലോ ഒരു ചെല്ലല്, ശബ്ദമൊന്നും ഉണ്ടാവില്ല, ഇക്കിറിയല്ല എന്ന് ഞാൻ പറയാ. ആ മോഡല് കാണിക്കാ, ചത്തുപോയി. പല പ്രാവശ്യം ചെയ്തെങ്കിലും ഒരൊറ്റ കാക്കയെ ഇന്നലെ വരെ ദ്വീപിൽ നിർത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്താ ഇന്നലെ വരെ അറിയണ്? ദ്വീപിൽ നിന്ന് ഇന്നലെ വന്ന ആളെ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തമാശക്ക് ചോദിച്ചു, അല്ല ദീപേ, നമ്മളെ കുഞ്ഞാക്കളൊന്നും പോടില്ലല്ലോ എന്ന്. കാക്കകള് ഇല്ല ഉസ്താദേ, ഇല്ല, കാക്കയില്ല. എന്തേ? ഒരേ ഒരു നാവ്. അതാണ് അല്ലാഹുവിന്റെ അടിമ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നീ എന്റെ അടിമകളിൽ പ്രവേശിക്ക്, നീ എന്റെ സ്വർഗത്തിൽ പ്രവേശിക്ക്. വെറും ഖുറാഫാത്ത് അല്ല പറയണത്, ഉള്ളത് തന്നെയാ പറയണത്. ഇന്നായിരിക്കട്ടെ മോലിയരെ, അതൊക്കെ തങ്ങന്മാരതല്ലേ. തങ്ങന്മാർക്ക് സ്ഥാനമുണ്ട്. ആരാ സ്ഥാനമല്ല അറിയണു? വലിയ സ്ഥാനമുണ്ട്. ആരിഫീങ്ങൾക്കും സ്ഥാനമുണ്ട്. ആശിഖീങ്ങളായ ആരിഫീങ്ങൾ, ആലിമീങ്ങള്, അവർക്കും സ്ഥാനമുണ്ട്. അതെന്താ? ഒറ്റ തെളിവ് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1ാമത്തെ ഖലീഫ ആരാ? 1ാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പയല്ലേ? എന്താ സംശയമുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങൾ പാപ്പയാണോ? അല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു സയ്യിദ് അല്ല. പക്ഷേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്പർ 1 ഈ ലോകത്തുള്ള ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു സയ്യിദ് അല്ല. അനവ അബൂബക്കറും ഫിൽ ജന്നത്തി ഹാകദാ. സയ്യിദന്മാരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അത് നമ്മളുടെ ജീവാണ്, അതാണ് നമ്മളുടെ ജീവ്, അതാണ് നമ്മളുടെ റൂഹ്. അവരെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, സഹായിക്കണം. പക്ഷേ ആശിഖീങ്ങൾക്ക് പവറുണ്ട്. അതാണ് സയ്യിദു സിദ്ദീഖീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. എന്തേ കാരണം?
അതും വെള്ളം നോക്കുക. എന്താ അത് കാരണം? കണ്ട, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖാണ് റസൂലുള്ളാഹി. ലോകത്തിന്റെ ശൈഖ് സിദ്ദീഖിന്റെയും ശൈഖ്. പക്ഷേ ഈ സിദ്ദീഖിനെ പോലെ തങ്ങളിൽ ലയിക്കാൻ മറ്റാർക്കും കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹുവിന്റെ നൂറാവുന്ന മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ മുഴുവനും ആത്മീയ പിതാവാവുന്ന മുഹമ്മദ് മുസ്തഫ, ഈ ലോകത്തിന്റെ മുഴുവത്തിന്റെയും സത്തയാവുന്ന മുഹമ്മദ് മുസ്തഫ, ഈ ലോകത്ത് അല്ലാഹു വെളിവായതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെളിവായ സാധനം മുഹമ്മദ് മുസ്തഫ. ഈ റസൂലുള്ളാഹിനെ ഉൾക്കൊള്ളാൻ സിദ്ദീഖിന് കഴിഞ്ഞതുപോലെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആശിഖീങ്ങളുടെ നേതാവ്, ആരിഫീങ്ങളുടെ നേതാവ്, ആശിഖീങ്ങളുടെയും ആരിഫീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും നേതാവായ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്രയാണ് നമ്മൾ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ആ സ്റ്റേജിലെത്തിയത്, റസൂലുള്ളാഹിന്റെ ഒന്നാമത്തെ ഖലീഫയായത്. അതുകൊണ്ട് വിലായത്ത് വേണമെങ്കിൽ സയ്യിദാവൽ ശറത്തില്ല, അടിമയാവണമെന്നേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, മഹാനായ ആലുവ അബൂബക്കർ മുസ്ലിയാർ, മാടവന അബൂബക്കർ മുസ്ലിയാർ എന്ന് എഴുതപ്പെടുന്ന ആലുവ അബൂബക്കർ മുസ്ലിയാർ എന്ന പേരിൽ പ്രസിദ്ധരായ മഹാനായ ആലുവ മഹാനവറുകളുടെ ഒരൊറ്റ ചരിത്രം പറയാം. സയ്യിദ് കുടുംബത്തിൽ ജനിച്ച ആളല്ല, സയ്യിദ് കുടുംബത്തിൽ ജനിച്ച ആളല്ല. എന്നാ തങ്ങളെ എന്ന് വിളിച്ചാൽ തെറ്റുണ്ടോ? അതുമില്ല. വേണ്ടാത്ത പറയണില്ലേ, വേണ്ടാത്ത പറയണത്. ആരിഫീങ്ങളുടെ ഭാഷയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പ്രാവശ്യം മനാമിൽ കണ്ടാൽ പിന്നെ ആ മനുഷ്യനെ തങ്ങളെ എന്ന് വിളിച്ചാൽ തെറ്റില്ല, അയാൾക്ക് സയ്യിദിന്റെ സ്റ്റേജ് ഉണ്ട് എന്നാ. എങ്കിൽ ആലുവ അബൂബക്കർ മുസ്ലിയാർ അങ്ങനെയൊന്നും അല്ല, അതിന്റെ ഒക്കെ കുറെ അപ്പുറത്ത് കണ്ടിട്ടുണ്ട്. അതിനിപ്പോ അത് വിവരിക്കല്ല, ഒക്കെ പറഞ്ഞാൽ പിന്നെ കുറെ തർക്കിക്കേണ്ടി വരും, അതിലേക്ക് പോകുന്നില്ല. അത് മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ, മനുഷ്യന്റെ കമാലിയത്ത് എന്താണെന്ന് അറിഞ്ഞാൽ, മനുഷ്യന് ശരിയായ രൂപത്തില് കമാലിയത്തിലെത്തുമ്പോ ഏത് സ്റ്റേജിലാണ് ജംഅം വ ഫർഖം ബഅദ ജംഇൽ ജംഇ, ജമ്മുൽ ജംഅ് കഴിഞ്ഞുകൊണ്ട് ജംഇയത്തിന്റെയും ഫർഖിയത്തിന്റെയും സ്റ്റേജിൽ വരുമ്പോൾ ആരാണ് ആ മനുഷ്യൻ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവനിക്കറിയാം അത് പ്രശ്നമല്ല. അപ്പൊ സയ്യിദ് അല്ലാത്ത മഹാനായ ആലുവ അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ അരികിലേക്ക് 1972 ജാമിയയിൽ നിന്നൊരു വിദ്യാർത്ഥി കണ്ണിന്റെ കാര്യം പറയാൻ പോയി. കാരണം എന്താ? അയാളുടെ കണ്ണിന് അക്കാലത്ത് ഏറ്റവും വലിയ ഡോക്ടറെ കാണിച്ചിട്ട് ഓപ്പറേഷൻ തന്നെ വേണം നിർബന്ധമായി വിധിച്ചു. അടുത്ത ക്യാമ്പിന് ഡേറ്റും കൊടുത്തു. മൂപ്പര് വന്നിട്ട് ഉസ്താദുമാരടുക്കൽ വന്ന് കരഞ്ഞു. അപ്പൊ ഈ കെ ഉസ്താദ് പറഞ്ഞു, എടാ നീ ആലുവയിലൊന്ന് പോയോക്ക് എന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുന്നാണ്ട് വെറുതെ പാഞ്ഞു പോണ്ട, ഇവിടുന്ന് അവിടെ എത്തോളം ഫാത്തിഹ ഓതിക്കോ അല്ലെ കുൽഹുവ ഓതിക്കോ, എന്നിട്ട് ചെന്നിട്ട് മൂപ്പരോട് വിവരം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോ ഒരു തുണിക്കശാലയിൽ ഇങ്ങനെ ഇരിക്കുക മഹാനവറുകള്, അപ്പുറത്ത് 2-3 ആളുകൾ, ഒരു മൗലവിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. പതുക്കെ പതുക്കെ അങ്ങനെ ചെന്ന് മൂപ്പരാൾ അങ്ങനെ ഉള്ളതുകൊള്ളെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ ഇരിക്കണ ഇരുത്തത്തിൽ ഈ കക്ഷി പതുക്കെ ചെന്നുകൊണ്ട് ഏകദേശം അടുത്തെത്തിയപ്പോ അസ്സലാമു അലൈക്കും ഒരു സലാമാണ് കൊടുക്കും. ഈ സലാം കൊടുത്തോടുകൂടെ ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് നോട്ടിയിട്ട് ചാടി കൊണ്ട് നെച്ചിട്ട് ഒരു തട്ടാൻ തട്ടി കണ്ണട, എന്നിട്ട് പറഞ്ഞു കണ്ണടയും വേണ്ട, ഓപ്പറേഷൻ വേണ്ട. സുബ്ഹാന ജല്ല ജലാലു. ഈ മനുഷ്യൻ പെട്ടെന്ന് തരിച്ചുപോയി. കാരണം എന്താ? അള്ളാഹുവിന്റെ നൂറാനിയത്ത് ഇയാളില് മുട്ടിപ്പോയി, അത് കാരണം പേടിച്ചുപോയി. അപ്പൊ പെട്ടെന്ന് അവിടെയുള്ള മൂലര് നീച്ചു വന്ന്, എന്താ എവിടുന്ന മന വരുന്നു, എന്താ വിഷയം? വേഗം പോയിക്കോ, അൽഹംദുലില്ലാഹ് വല്ലാത്ത കിട്ടല കിട്ടിയത്, പോയിക്കോ. എന്റെ കണ്ണട ഒന്നുണ്ട് എടുത്താട്ടെ. കണ്ണട വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ എടുക്കാൻ പോവുകയാണോ? ഒരു കുഴപ്പമില്ല, നിങ്ങളെ കണ്ണിന് പോയിക്കോ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പോന്നു നോക്കുമ്പോ സാധാരണയിൽ ഒരല്പസമയം പോലും കണ്ണട വെക്കാതെ ഇരുന്നാൽ വേദനിക്കുന്ന കണ്ണ്, നീരൊലിക്കുന്ന കണ്ണ്, ചൊറിയുന്ന കണ്ണ്,
അക്കണ്ണിന് യാതൊരു കേടുമില്ല. ജാമ്യയിലെത്തുന്നത് വരെയും കണ്ണട വെച്ചില്ല. അപ്പൊ തങ്ങന്മാരെല്ലാം തോൽക്കും. അവിടെ എത്താല്ലേ? ഇനി എത്ര എണ്ണം വേണം നിങ്ങൾക്ക്? എത്ര എണ്ണം വേണം? ബീരാനൗലിയ പാപ്പാന്റെ ചരിത്രത്തിലേക്ക് നോക്ക്. അങ്ങനെ ഒരു തലക്കെന്നിലെടുത്താൽ ഔലിയാക്കളാണെന്ന് സ്വയം അറിയാത്ത മഹാന്മാരിൽ നിന്ന് പോലും അതുണ്ടാവാം. കണ്ണീത്തുസാദിന്റെ നാവിലില്ലേ വിലായത്ത്? നാട്ടുകാരാവുമ്പോ മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്ന അത് ഒമരുണ്ടാവൂലേ? എങ്ങനെ സ്ഥിരം കണ്ടോണ്ട് നടക്കുമ്പോ നമ്മളെ വഴിയിലൊരു കൊടുത്തുകൊണ്ടെന്ന് വിചാരിക്കാം. അത് എല്ലാരെയും തട്ടി 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 പിന്നെ അവസാനം അതിന് ഒമരുണ്ടാവൂല. ഇന്റെ വീട്ടിലെ കൊടുത്തുമ്പോ കടിക്കൂല എന്ന് പറഞ്ഞ് നമ്മളതിലെ ചെന്ന് തട്ടിയാൽ ഒരു ചൊറി ഉണ്ടാവൂല. എന്ത്? അതിന്റെ ഒമരൊക്കെ പോയി. എന്ന പോലെ ചെറുപ്പം മുതൽക്ക് ഇങ്ങനെ കണ്ടു കേട്ട് ശീലിച്ച് മിക്ക മഹാന്മാരുടെയും സ്ഥിതി അതാണ്. അവരെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണോ ആ രൂപത്തിലാണ് അവര് ജനങ്ങളോട് പെരുമാറുക. അല്ല ഞാൻ വലിയൊരാളാ ചെടിയിരിക്കൊന്നുമില്ല, ഇതൊരു സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കിയ എന്തൊക്കെ മമ്മദു എന്റെ വർത്താനം സുഖല്ലേ, ആ മമ്മദുവിന്റെ ഹാലിലേക്ക് നമ്മളാണ്ട് ഇറങ്ങും. ഇല്ലെങ്കിൽ അഹമ്മദു അല്ല. അതാണ് ആളുകളുടെ മഹാന്മാരുടെ സ്വഭാവം. അതുകൊണ്ട് അവർക്ക് ഈ ആളുകളെ മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്ക്, എത്രയോ സംഭവങ്ങൾ എന്റെ അറിവിലുണ്ട്. മഹാനവറുകൾ വേണമെന്ന് വെച്ച് പറഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. എന്തേ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. എന്നെ ഒന്നുമല്ല, അതെന്നെ സംഭവം. നിങ്ങൾക്കറിയാം മഹാനവറുകളുടെ ജീവിതം വളരെ ശരീഅത്തിൽ വളരെ കണിശമാണ്, യാതൊരു സംശയവുമില്ല. ധാരാളം പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങളോട് ഞാൻ അത് അങ്ങോട്ട് പറഞ്ഞുതരാന്നുള്ളത് തോക്കിത്തുള്ളിലേക്ക് വെടിവെക്കുന്ന പോലെയാവും. എനിക്കറിയാം നിങ്ങൾ എത്രയോ അനുഭവസ്ഥരാണ്. അതെന്തുകൊണ്ട് കിട്ടി? വല്ലദീന തബഊഹും ബിഇഹ്സാൻ. മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് അൻ തഅബുദല്ലാഹ കഅന്നക തറാ വഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കുക. ആദ്യം തന്നെ പറഞ്ഞത് അതാ, അൻ തഅബുദല്ലാഹ കഅന്നക തറാ വഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അതിന് കഴിയില്ലേ, തന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്ന നിലയിലെങ്കിലും ഇബാദത്ത് എടുക്കുക. അതെന്നെ ഇഹ്സാൻ. അതാ നേരത്തെ നമ്മൾ പറഞ്ഞത്, റബ്ബന്റെ കൂടെ ഉണ്ട്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ആ ഹാല് നമ്മളിൽ വരിക. അപ്പോൾ ഹറാമ് ചെയ്യാൻ നമുക്ക് പേടി കഴിയില്ല. അല്ലാഹ് എന്റെ ഉടമ എന്റെ കൂടെ ഉണ്ട്. എന്റെ മീൻ പാപ്പിയല്ല, എന്റെ ഉസ്താദുമാരല്ല, എന്റെ ഉടമ എന്റെ കൂടെ ഉണ്ട്. ഞാൻ ആ ഉടമയുടെ അടിമയാണ്. അതുപോലെ അന്യന്റെ മുതലെടുക്കാൻ ചെല്ലുമ്പോ അല്ലോ ഞാൻ എങ്ങനെ എന്റെ ഉടമ അറിയാതെ എടുക്കും? എന്റെ ഉടമ കാണാതെ എടുക്കാൻ സാധ്യമല്ലല്ലോ. അല്ലോ ഒരു പുൽത്തരി പോലും ഒന്നും ചെയ്യാൻ ഒരു മനുഷ്യ മനസ്സ് അനുവദിക്കുകയില്ല. അതെന്നെ ഇത്തിബാഴ്, അതെന്നെ അവരോടുള്ള ഇത്തിബാഴ്. യാതൊരു സംശയമല്ല. സഹാബത്തിനോട് ആരാണോ പിൻപറ്റുന്നത് ഇതേ രൂപത്തില് അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവും. അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടവരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ആരിഫീങ്ങൾ, ആശിഖീങ്ങൾ, ഔലിയാക്കള്, സഹാബത്ത്, താബീങ്ങൾ, മശായിഖന്മാർ, അവരുടെ എല്ലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ മഹാന്മാരായ മശായിഖന്മാർ, ഉസ്താദുമാരുടെ ദറജകളെ അല്ലാഹു തആല ഉയർത്തുകയും നമ്മെ അവരുടെ പിൻഗാമികളായി അവരോട് പിൻപറ്റുന്നവരായി നമ്മെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സംസാരം നിർത്തുകയാണ്. നമുക്കൊരൽപ്പം ദിക്ർ ചൊല്ലി മഹാനവറുകളുടെ പേരിൽ ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അതോടൊപ്പം ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ സഹായിക്കണം, ഈ സ്ഥാപനത്തെ സഹായിക്കണം. മഹാനവറുകളുടെ നാമധേയത്തിൽ ഇനിയും ഇവിടെ എന്ത് സ്ഥാപനം ഉയർന്നു വരുന്നുവോ അതിലെല്ലാം പങ്കാളിയാവണം. എന്തിനു വേണ്ടി? വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവരെല്ലാം സഹാബത്തിനോട്, താബീങ്ങളോട്, താബീങ്ങളോട് പിൻപറ്റിയെങ്കിൽ നമുക്കും അവരുടെ പിന്നിൽ അവരോട് പിൻപറ്റിക്കൊണ്ട് ആ സഹാബത്തിനോട്, താബീങ്ങളോട് പിൻപറ്റിക്കൊണ്ട് നമുക്ക് ജീവിക്കണം. ഇതൊന്നും ഒന്നല്ല, ഒരു മരം കാവല്ല. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു,
ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു പോലെയുള്ള ഉന്നതരായ മഹാന്മാർ അവരും ഒരു മരം അല്ല, അവരും ഒരു മരം അല്ല. നേരെ മറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശൈഖുന അലി റളിയല്ലാഹു അൻഹുവിനിക്ക് പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യങ്ങള് അവിടുന്ന് ഹസൻ ബസരി തങ്ങൾക്ക് പഠിപ്പിച്ച് അവിടെ നിന്ന് ഓരോന്ന് തലമുറ മാറി മാറി മഹാനായ ഉസ്മാൻ ഹാറൂനി തങ്ങളിലെത്തുകയും അവരിൽ നിന്ന് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിലേക്ക്, അവിടുന്ന് ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി ഡൽഹിയിലേക്ക്, അവിടുന്ന് ബാബ ഫരീദുദ്ദീൻ കഞ്ചുശക്കർ ചിശ്തിയിലേക്ക്, അവിടുന്ന് മഖ്ദൂം അലാവുദ്ദീൻ അലി അഹമ്മദ് സാബിരി ചിശ്തി ഉത്തരാഞ്ചല്, നിത്യേന 100 കണക്കിൽ ആളുകൾ സിയാറത്ത് ചെയ്യുന്ന മഹാൻ. ആ വഴിയിലൂടെ വന്ന് അവരൊന്നൊന്നിലായി ലയിച്ചു ചേർന്നുകൊണ്ട് ആ മഹാന്മാർ അവരുടെ മുൻഗാമികളിലുള്ള എന്തേത് കാര്യങ്ങളാണോ അതുകൾ മുഴുവനും ആവാഹിച്ചെടുത്തുകൊണ്ട് തന്നിൽ കുടിയിരുത്തി ഗുരുത്വം എന്ന് പറയുന്ന ആ സ്ഥാനം കരസ്ഥമാക്കി ജീവിക്കുന്നവരാണ്. അതേപോലെ തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ശൈഖുന അലി തങ്ങളിലേക്ക്, അവിടുന്ന് ഹുസൈൻ തങ്ങളിലേക്ക്, അവിടുന്ന് സൈനുൽ ആബിദ് തങ്ങളിലേക്ക്, അവിടുന്ന് മുഹമ്മദ് ബാഖിർ റളിയല്ലാഹു അൻഹുവിലൂടെ വന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖിലേക്ക്, റിഫായി ശൈഖിലേക്ക്, അവിടെ നിന്ന് പോന്ന് അബ്ദുൽ ഖായിരി സൂറവർദി, അവിടെ നിന്ന് പോന്ന് ഫതുഹുല്ലാഹിൽ ഖാദിരിൽ ബഗ്ദാദി, സാക്കിനി അങ്കോല, അതുപോലെ അബ്ദുറഹ്മാൻ ഒമ്മാനിൽ പൊന്നാനി, അതേപോലെ നൂറുദ്ദീൻ ശൈഖ് പോലെ മുഹമ്മദ് ബാഖിർ തുടങ്ങി അതേ രൂപത്തിൽ വന്ന് ഈ മഹാന്മാരിലേക്ക് എത്തപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ദീന് അവരൊന്നൊന്നിൽ ലയിച്ചുകൊണ്ടാണ്, അള്ളാഹിന്റെ റസൂൽ ലയിച്ചുകൊണ്ടാണ് ഈ ലോകം ഇവിടെ നിലനിന്നു പോരുന്നത്, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്തി പോരുന്നത്. അതുകൊണ്ട് തന്നെ സാദാത്യങ്ങളെ സ്നേഹിക്കൂ, ആലിമീങ്ങളെ ആദരിക്കൂ. വിശിഷ്യ ആലിമീങ്ങളിൽ നിന്ന് ആരിഫീങ്ങളാവുന്ന ഉസ്താദുമാരെ പോലെയുള്ള മഹാന്മാരെ ആദരിക്കുകയും അവരുടെ ഖദർ മനസ്സിലാക്കുകയും അവരുടെ നാമം, അവരുടെ പ്രവർത്തനങ്ങള്, അവരുടെ വിശ്വാസ ആചാര കാര്യങ്ങള് ഇവിടെ നിലനിർത്താൻ ആവശ്യമായത് ചെയ്യുകയും ചെയ്യണേ എന്ന വിനീതമായ അപേക്ഷയോടെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരൽപ്പം ദിക്റും സ്വലാത്തും ചൊല്ലി മഹാനവറുകൾക്ക് ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. കൂട്ടത്തില് സഹായിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇനിയും ഇവിടെ ഉയർന്നു വരുന്ന ഒരു സ്ഥാപനത്തിനിക്ക് ലക്ഷക്കണക്കിൽ ഉറുപ്പികയുടെ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ മുതലാണ് നമ്മുടെ കയ്യിലുള്ളത്. നാളെ നമ്മൾ ജീവിച്ചിരിക്കും എന്നതിന് ഒരു തെളിവും നമുക്കില്ല. നമ്മൾ വന്ന രേഖ നമ്മുടെ അടുക്കലുണ്ട്, എല്ലാവരുടെ അടുത്തുണ്ട്. റേഷൻ കാർഡിലുണ്ട്, ആധാറിലുണ്ട്, തിരിച്ചറിയൽ കാർഡിലുണ്ട്. ഇതൊക്കെ നോക്കിയാൽ വന്ന ഡേറ്റ് ഉണ്ട്, പോണ ഡേറ്റോ ആരുടെയിലുണ്ട്? നിങ്ങളുടെ അടുത്തുണ്ട് ഇവിടെ? ഒന്ന് പറയും ഹബീബുമാരെ, ഉണ്ടോ പോണ ഡേറ്റ്? ഒരു ചെറിയ വെള്ള പേപ്പറിലെങ്കിലും നിങ്ങൾക്ക് അടിച്ച് ജിബിരിയിലോ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ആ ഭാഗത്തൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തുള്ളവരൊക്കെ കരുതുന്നെന്താ? ഇല്ല, മരണല്ലാന്ന്. അല്ല, ഈ ഭാഗത്ത് അങ്ങനെ കരുതുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇവിടെ ചോദിച്ചാലും ഇല്ല എന്നാ പറയണത്. എന്താ കാരണം? നമ്മക്കൊന്നും അതിന് ഗ്യാരണ്ടിക്ക് കാലാവധി തന്നിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് 6 മാസം, 1 വർഷം, 5 വർഷം, 10 വർഷം. പഠിത്തം ഒരു സാധനത്തെ കുറിച്ച് അന്വേഷിച്ച പറഞ്ഞു, അള്ളാ അത് 25 വർഷം വരെ ഗ്യാരണ്ടിയാ. ഓ അല്ലാ, ഈ ഗ്യാരണ്ടി കൊടുക്കുന്ന മനുഷ്യന് ഇരിക്കാനിക്കോ അതെത്ര ഗ്യാരണ്ടി? ഒരു കമ്പനി പറഞ്ഞാൽ അതിന്റെ മെയിൻ ഒരാളല്ലേ? ആ തലയിൽ നിന്ന് ഇറങ്ങിയ ആ പ്രവർത്തനങ്ങള് അതിനിക്ക് 5 വർഷം ഗ്യാരണ്ടി ഉണ്ട് നോക്ക്. നമ്മൾ ചുരുക്കി ഒരു ഉദാഹരണത്തിന്, ഇതുണ്ടാക്കിയവനോ എത്ര വർഷമാണ് ഗ്യാരണ്ടി പറയാൻ സാധിക്കോ? ഞാൻ പറഞ്ഞുതരാം എത്ര വർഷമാണ് എന്ന്. നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? എത്ര വർഷമാണ് പറ്റുമോ? ഇല്ലെന്നാ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കീഴ്പ്പെട്ട് വിട്ട ശ്വാസം ഉണ്ടല്ലോ, അത് മേപ്പെട്ട് കയറാൻ എത്ര സമയമുണ്ട്? അത്രയും നീണ്ട കാലാവധിയാണ് നമ്മളുടെ ഗ്യാരണ്ടിയുടെ കാലാവധി. ഒരു ദിവസത്തില് 23,000-ൽ പരം പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന് അതിൽ നിന്നൊരു ശ്വാസം താഴോട്ട് വിട്ട് അതിങ്ങോട്ട് മേലോട്ട് വലിക്കാൻ എത്ര സമയം വേണം?
അതാണ് മനുഷ്യന്റെ കാലാവധി. ഗ്യാരണ്ടി കാലാവധിയാ. പിന്നെ എന്തിനാ നമ്മളിത് പാത്തേക്കണു? പൊന്നാര അഭീമമാരെ, എന്തിനാ പാത്തേക്കണത്? അന്തസ്സോടെ ചെന്ന് പടച്ച റബ്ബേ, നിന്റെ ദീനിന് ഞാൻ ചെയ്തിട്ടുണ്ട്, നിന്റെ ദീനിന്റെ കാവക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്, നിന്റെ സഹാബത്തിനെ, അഷ്റഫുൽ ഖൽഖിന്റെ സഹാബത്തിനെ സ്നേഹിച്ചുകൊണ്ട് അവരോട് പിൻപറ്റുന്നവരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, നിന്റെ ദീനിന് ഞാൻ സഹായിച്ചിട്ടുണ്ടെന്ന് അന്തസ്സോടെ പറഞ്ഞൂടെ? ഇവിടെ മൈക്കിൽ വിളിച്ചു പറയാനല്ല. മനോരമയിലെ നാളെ നേരം വിളിച്ചാൽ ഇത്ര ആള് ഇത്ര ഏക്കറ, ഇത്ര ആൾ ഇത്ര ലക്ഷം, അത് വരാനല്ല. നേരെ മറിച്ച് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മൾ മനസ്സാ പറയാ, റബ്ബേ ഞാൻ ഇന്ന വിഷമങ്ങളിലാണ്, ഈ വിഷമൊക്കെ തന്നത് ഉമ്മൻചാണ്ടി അല്ല, മോദി അല്ല, പിന്നെ നീ തന്നെയാണ് തന്നത്. എന്റെ ഖാലിക്കാര്, എന്റെ റാസിക്കാര്, അതാരാണോ നീയാണ് റബ്ബേ, നീ തന്നെയാണ് ഈ വിഷമങ്ങൾ എനിക്ക് നൽകിയത്. അതുകൊണ്ട് നിന്റെ ദീനിനെ നീ തന്ന സമ്പത്തിൽ നിന്ന് ഇന്ന രൂപത്തിൽ ഞാൻ സഹായിക്കുന്നു, എന്നെ നീ രക്ഷിക്കണേ അല്ലാ. എന്താ അല്ലാഹ് നമ്മളോട് വല്ല മുൻവൈരാഗ്യമുണ്ടോ? നമ്മൾ ചോദിച്ചാൽ കിട്ടൂലെന്ന് പറയാൻ? നമ്മൾ ചോദിക്കും പോലെ ചോദിക്കാൻ എന്താ കിട്ടാത്തതേ? എന്താ? നേരം വെളുത്ത് വൈകുന്നേരമായി കടക്കാൻ നേരത്ത് മൊത്തം ഒന്നിങ്ങനെ ഓർത്തു വെക്കഴിഞ്ഞാൽ അപ്പൊ നേരം വെളുത്ത് എത്ര പൊള്ളു പറഞ്ഞിട്ടുണ്ടാവും? സുബ്ഹാനല്ലാഹ്, കമ്പ്യൂട്ടറിൽ കൊള്ളൂലേ അല്ലേ? നമ്മളെ കാൽക്കുലേറ്ററിലേ കൊള്ളൂല. പിന്നെ എത്ര ഗീബത്ത് പറഞ്ഞു? ഒരു പിടുത്തമല്ല. എന്നിട്ടാണ് പിന്നെ നേരെ ചെന്നിട്ട് അല്ലാഹ് പടച്ചോനെ ജിന്നെ കാക്കണേ, നടക്കൂല. അതാ ഉത്തരം കിട്ടാത്തത്, അതാണ് ഉത്തരം കിട്ടാത്തത്. നമ്മൾ 10, 500, 1000, 2000, ലക്ഷം കൊടുക്കാഞ്ഞിട്ടല്ല. പക്ഷെ എന്ത്, നമ്മളെ മനസ്സവിടേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത്, തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല, ദോഷം ചെയ്യാത്തവരല്ല, മാസൂമിങ്ങളൊന്നും അല്ല എല്ലാവരും. പിന്നെ ഏത് തെറ്റ് നമ്മളിൽ വന്നാലും പേപ്പറിൽ കൊടുക്കൊന്നും വേണ്ട, അപ്പ തന്നെ നീ കൈ വെച്ചിട്ടില്ലെങ്കിലും വെച്ചതുപോലെ പടച്ചോനെ പറ്റിപ്പോയി റബ്ബേ, നീ തന്ന കഴിവ് കൊണ്ട് ഞാൻ നിനക്ക് വിരുദ്ധം ചെയ്തു, നീ തന്ന കഴിവ് കൊണ്ട് ഞാൻ നിനക്ക് വിരുദ്ധം ചെയ്തു, എനിക്ക് മാപ്പ് ചെയ്യണേ അല്ലോ, മാപ്പ് ചെയ്യണേ അല്ലാ. മഹ്ശറിൽ ഈ കോടികളുടെ മുന്നിൽ വന്ന് ഈ പാപിയായ എന്നെ ഒരു കുറ്റക്കാരനാക്കി വെളിവാക്കല്ലേ അല്ലാ, എന്റെ ദോഷം പൊറുക്കണേ അല്ലാ എന്ന് കടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിപ്പിച്ച് പറഞ്ഞാൽ നമ്മുടെ ഖാലിക്കും റാസിക്കും റബ്ബുമായ അല്ലാഹ് പൊറുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ പറയാം, പടച്ചോനെ വളരെ പ്രയാസത്തിലാണ്, എന്നോട് പറയേണ്ടതില്ല, എന്റെ എല്ലാ പ്രയാസങ്ങളും നീയാണ് തന്നതല്ല, എന്റെ ഈ രോഗം തന്നത് നീയാണ്, എനിക്ക് കടം നൽകിയത് നീയാണ്, എന്റെ കച്ചവടത്തിലെ ബർക്കത്ത് മാറ്റിവെച്ചത് നീയാണ്, എല്ലാ കുറ്റവും അല്ലാഹ്ക്ക് കൊടുക്കുക. അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ വിരലിട്ടിട്ട് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. സർവ്വ കുറ്റം ആർക്ക് കൊടുക്കുക? അല്ലാഹ്ക്ക് കൊടുക്കുക. എന്നിട്ട് പടച്ചോനെ ഈ അല്ലാതെ നിന്നെ രക്ഷിക്കാനില്ല റബ്ബേ, നീ എന്നെ രക്ഷിക്കണേ അല്ലാ, എന്റെ കുടുംബത്തെ രക്ഷിക്കണേ അല്ലാ, എന്റെ കൂട്ടുകുടുംബങ്ങളെ രക്ഷിക്കണേ അല്ലാ, എന്റെ നാട്ടിലുള്ള മോമിനീങ്ങളെ രക്ഷിക്കണേ അല്ലാ. ആണുങ്ങളെ പോലെ ചോദിക്കുക, അപ്പൊ അല്ലാഹു തആല ഉത്തരം ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ അടിമകളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പ്രത്യേകിച്ച് തൗഫീഖ് ചെയ്യട്ടെ. വിശിഷ്യ ഇതിന്റെ പ്രവർത്തകരായ യുവാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകട്ടെ, സിഹത്ത് നൽകട്ടെ, സലാമത്ത് നൽകട്ടെ, അവർക്ക് മതഭൗതിക ജ്ഞാനം നൽകട്ടെ, സാലിഹ്യങ്ങളായ ഭാര്യമാരെ നൽകട്ടെ, സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകട്ടെ. മരണം വരെ ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കാൻ ആരുടെയും മുന്നിൽ ധൈര്യമായി നിന്ന് ദീൻ കാര്യം പറയാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. ഏതേത് വിധേന എന്ത് ബിലീസുകൾ അവർക്കുണ്ടോ എല്ലാവിധ ശത്രുക്കളെയും അല്ലാഹു ഖവിയും മതീനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തി അവരെ സഹായിക്കട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും സ്ഥാപനത്തെ സഹായിക്കുക. കഴിയുന്നത് പോലെ ഇനിയും അടുത്ത ദിവസങ്ങളിലുണ്ട്, 2 ദിവസവും കൂടെ പരിപാടി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെയ്തവർക്കും ചെയ്യുന്നവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.